ബാംഗ്ലൂരു വഴി കൊച്ചിയിലേക്ക് ഇൻഡിഗോ വിമാനം സീറ്റ് ബെൽറ്റ് മുറുകവെയാണ് നോറ ഫെർണാണ്ടസ് പറഞ്ഞത്. ആദ്യ 25 മിനിറ്റിലെ നമ്മുടെ കളി ഗംഭീരമായിരുന്നു. 4 ഗോളെങ്കിലും അടിക്കുമെന്ന് കരുതിയിരുന്നു. സെൽഫ് ഗോൾ പക്ഷെ നിർഭാഗ്യമായി പോയി. എങ്കിലും ജയിക്കാൻ കഴിയുമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് 3-ാം നമ്പർ ഗോൾ കീപ്പറായ നോറയുടെ വാക്കുകളിൽ കടുത്ത നിരാശയാണ് പ്രകടമായത്. വ്യാഴാഴ്ച രാത്രി ഭുവനേശ്വറിൽ നടന്ന ഒഡീഷ FC ബ്ലാസ്റ്റേഴ്സ് ISL മത്സരത്തിന്റെ ചുരുക്കം ഇതുതന്നെയാണ്. ടീമിനാകെയുള്ള നിരാശാ മത്സരശേഷം കോച്ച് മിഖായേൽ സ്റ്റാറയും പങ്കുവയ്ക്കുകയുണ്ടായി. 2 ഗോൾ ലീഡ് നേടിയിട്ടും ജയിക്കാൻ കഴിയാത്തത് തികച്ചും വേദനാജനകമാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ ഒഡീഷയുടെ കനത്ത ആക്രമണം ചെറുക്കാൻ കഴിഞ്ഞതും ചെറിയൊരു കാര്യമല്ല. കളിക്കാരിൽ വളരെയധികം അഭിമാനമുണ്ട്. അതൊരു ബോക്സിംഗ് മത്സരമായിരുന്നെങ്കിൽ ഞങ്ങൾ ഏറെക്കുറെ ജയത്തിനടുത്തെത്തിയേനെ എന്ന് തന്നെ പറയാം. ഇനി ഒരാഴ്ചത്തേക്ക് അവധിക്കാലമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക്. വിശ്രമം മാത്രമല്ല, മറിച്ച് പ്രകടനമെങ്ങനെ മെച്ചപ്പെടുത്താമെന്ന ആലോചനക്കാലം കൂടിയായിരിക്കും ഇത്. 10-ന് ടീം വിടും, ഒത്തുചേരുകയും ചെയ്യും. 20-ന് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെ കൊൽക്കത്തയിലാണ് അടുത്ത മത്സരം നടക്കുക. ഇന്ത്യൻ കളിക്കാരും കോച്ച് മിഖായേൽ സ്റ്റാറയും അഡ്രിയൻ ലൂണയും ഒഴികെയുള്ള വിദേശ താരങ്ങൾ സ്വന്തം നാടുകളിലേക്ക് ഇപ്പോൾ മടങ്ങിക്കഴിഞ്ഞു. ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കളിച്ചത് 4 മത്സരങ്ങളാണ്. ഇനി അവശേഷിക്കുന്നത് 20 മത്സരങ്ങൾ കൂടി. അതിനാൽ തന്നെ വിധിയെഴുത്തിന് സമയമായിട്ടില്ല. ഓരോ മത്സരത്തിലൂടെയും ടീം മെച്ചപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 2 മത്സരങ്ങൾ നൽകുന്ന സൂചന ആദ്യ 11-ൽ ആരൊക്കെ കളിക്കണമെന്നത് സംബന്ധിച്ച് സ്റ്റാറയ്ക്ക് ഏറെക്കുറെ വ്യക്തത ലഭിച്ചുവെന്നാണ്. ഇക്കുറി ബ്ലാസ്റ്റേഴ്സിന്റെ കൊടിയടയാളം മുന്നേറ്റ നിരയുടെ കരുത്താണ്.